നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋതുമോളെ, മോൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞോ. മോള് മടിക്കണ്ട. അച്ഛന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ഋതുമോളെ കൂട്ടിക്കൊണ്ടുവാ. ശരി ചേച്ചി. അവിടെ വെക്ക്, എടുത്ത് കഴിക്ക. ഋതു മോളെ, ഈ ചായ എടുത്ത് എല്ലാവർക്കും കൊടുക്കാം. ചെല്ലു മോളെ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? മോനെ പറയട്ടെ, എന്റെ മോനെ ഋതുമോളെ ഇഷ്ടായി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അവൻ ഇഷ്ടമായത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മോൾക്ക് ഞങ്ങളുടെ മകൻ സിദ്ധാർത്ഥിനെ ഇഷ്ടമായോ? മടിക്കാതെ പറഞ്ഞോളൂ ഋതുമോളെ. മോളുടെ എല്ലാ കാര്യങ്ങളും അമ്മായി പറഞ്ഞിട്ടുണ്ട്. മോൾ എക്സാമിന് തോറ്റതുൾപ്പെടെ. മൗനം സമ്മതമായി എടുത്തിട്ട് നമുക്കിത് ഉറപ്പിക്കാം അല്ലേ? ഋതുമോളെ, മോൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞോ. മോള് മടിക്കണ്ട. അച്ഛന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. അച്ഛന് ഈ വിവാഹത്തിന് താല്പര്യമാണെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നു. കണ്ടോ ചേട്ടാ, ഇങ്ങനെ വേണം പെൺകുട്ടികളെ വളർത്താൻ. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെ പറയുവോ? അമ്മയില്ലാതെ അച്ഛൻ വളർത്തിയ കൊച്ചാ. അല്ല, വർമ്മ സാറിനോടൊരു കാര്യം ചോദിക്കാൻ മറന്നു. കാര്യം ഞാൻ കുറെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. ഇനിയിപ്പോ നമ്മളൊക്കെ ബന്ധുക്കളാകാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ സത്യം എന്താണെന്ന് ഞങ്ങൾ അറിയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അമ്മ, ഋതികയുടെ അമ്മ മരിച്ചുപോയോ? മരിച്ചുപോയോ ജീവനോടെ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ, നീ തന്നെ അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്ക്.
അമ്പിയേച്ചി, കുട്ടികളൊന്ന് മാറി നിന്ന് സംസാരിക്കട്ടെ അല്ലേ? എന്റെ ഭാര്യയെ കുറിച്ച് അറിയാൻ ഹൃതിയെ മാറ്റി നിർത്തി സംസാരിക്കേണ്ട കാര്യമില്ല. അക്കാര്യത്തെക്കുറിച്ച് ഇവൾക്കൊന്നും അറിയില്ല. മാത്രമല്ല, ഇവിടെ ഞങ്ങൾ ആരും അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാറുമില്ല. ദേഷ്യപ്പെടാതെ വർമ്മ സാറേ. ഞങ്ങളുടെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അമ്മയെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നതിൽ എന്താ തെറ്റ്? പറയാനാവാത്ത കാര്യമാണെങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ചേച്ചി, ഇവരിവളെ പെണ്ണ് കാണാൻ വന്നാണോ അതോ എന്റെ സമനില തെറ്റിക്കാൻ വേണ്ടി വന്നാണോ? ഇതെന്താ വർമ്മ സാറേ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞങ്ങൾ ചോദിച്ചാൽ എന്താ തെറ്റ്? തെറ്റും ശരിയൊന്നും ആരും എന്നെ പഠിപ്പിക്കണ്ട. അനാവശ്യമായ ചോദ്യങ്ങളും വേണ്ട. പ്രതാപ, ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. സുമലതെ, സ്വത്തോ പണോ എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ. സ്ത്രീധനമായിട്ട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. അതുമാത്ര ഞങ്ങളുടെ ഒരേ ഒരു ഡിമാൻഡ്. ആർക്ക് വേണം നിങ്ങളുടെ സ്വത്തും പണവും? സ്വത്തിലും പണത്തിലും മയങ്ങുന്നവരാണ് ഞങ്ങളെന്ന് നിങ്ങൾ കരുതിയോ? എങ്കിലേ നിങ്ങൾക്ക് തെറ്റി. ഞങ്ങൾക്ക് വലുത് കുടുംബ മഹിമയാണ്. ഇതെന്താ സുമലതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞിരുന്നതല്ലേ? എന്തു പറഞ്ഞിരുന്നു? പെണ്ണിന്റെ അമ്മ എവിടെയാണെന്നോ അവർക്ക് എന്ത് സംഭവിച്ചുവെന്നോ ചേച്ചി ഞങ്ങളോട് പറഞ്ഞോ? അറിയാലോ എന്ന് കരുതി ചോദിച്ചപ്പോ അതിന് സമാധാനമായി മറുപടി പറയേണ്ടതിന് പകരം നിങ്ങൾ ദേഷ്യപ്പെടുകയാണോ വേണ്ടത്? ഇതാണോ മര്യാദ? എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ അനിയൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് അവനെ ദേഷ്യപ്പെടുത്തിയത് നിങ്ങളാ. നിങ്ങൾ മര്യാദയെ കുറിച്ച് എന്നോട് സംസാരിക്കുന്നു. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? സുമലതേ, മതി, നിർത്ത്. വാ, നമുക്ക് പോവാം. നിൽക്കേട്ടാ, ഇവരോട് രണ്ട് നല്ല വർത്താനം പറഞ്ഞിട്ടേ ഈ സുമലത ഇവിടെ ഇറങ്ങൂ. അല്ല അംബികേച്ചി, നിങ്ങളുടെ മകൻ ഈ പെണ്ണിന്റെ മുറച്ചെറുക്കനല്ലേ? എന്നിട്ട് നിങ്ങളെന്താ ഈ പെണ്ണിനെ നിങ്ങളുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാത്തത്? അപ്പൊ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നല്ലേ അതിനർത്ഥം? വലിയ പേരും പദവിയും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. കുടുംബ പാരമ്പര്യം ഉണ്ടായിരിക്കണം. ചേച്ചി, ഇവരോട് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയണം. അല്ലെങ്കിൽ എന്റെ തനി നിറവില് കാണും. സുമലതെ, ഒന്ന് വന്നേ, പറയട്ടെ. വാ ചേട്ടൻ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.